നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബിൽ പുതിയ ഒരുപാട് അപ്ഡേറ്റുകൾ വരുന്നുണ്ട്, പുതിയ ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ആകുന്നുണ്ട്. കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള പല കാര്യങ്ങൾ യൂട്യൂബ് കൊണ്ടിരുന്നുണ്ട്. എങ്കിൽ തന്നെ യൂട്യൂബിന്റെ ഏണിങ്സ് ഓരോ ദിവസം കഴിയുമ്പോൾ കുറഞ്ഞു വരികയാണ്. മുമ്പ് യൂട്യൂബിൽ വന്നിരുന്ന അത്രയും ഏണിങ്സ് ഒന്നും ഇപ്പൊ തരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 4 പുതിയ അപ്ഡേറ്റ്സ് യൂട്യൂബ് കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള, നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ഐറ്റംസ് യൂട്യൂബ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് പറയാം. പിന്നെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോക്ക് ഒരു 500 ലൈക്ക് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ആദ്യത്തെ അപ്ഡേറ്റ്, ഈ യൂട്യൂബിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവർക്കറിയാം ഒരുപാട് കമന്റുകൾ അവരുടെ വീഡിയോയിൽ വരും. ഈ കമന്റിനെല്ലാം റിപ്ലൈ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ അടുത്തൊരു വീഡിയോ ഉണ്ടാക്കാനുള്ള സമയം കിട്ടത്തില്ല. ഈ കമന്റിന് റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. ഇപ്പം ഞാൻ തന്നെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളിൽ ഇഷ്ടം പോലെ കമന്റുകളാണ് വരുന്നത്. അപ്പൊ ഇതിനൊക്കെ ടൈപ്പ് ചെയ്ത് റിപ്ലൈ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാടുള്ള പരിപാടിയാണ്. ഇപ്പൊ യൂട്യൂബ് പുതിയൊരു ഫീച്ചർ ആഡ് ചെയ്യുകയാണ്, വോയിസ് റിപ്ലൈ. നമുക്ക് വരുന്ന കമന്റുകൾക്ക് ഇനി 30 സെക്കൻഡിന്റെ വോയിസ് നമുക്ക് റിപ്ലൈ ആയിട്ട് ഇടാൻ പറ്റും. അപ്പം ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ ഒരു ഫീച്ചർ വെച്ച് വേണമെങ്കിൽ കുറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റും. മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളവർക്ക് വേണ്ടി മാത്രം ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ ആളുകൾ ഈ ഒരു ഫീച്ചറിന് വേണ്ടി കമന്റുകളുടെ പ്രോപ്പർ റിപ്ലൈക്ക് വേണ്ടി മെമ്പർഷിപ്പ് എടുക്കാനുള്ള സാധ്യതയുണ്ട്. അതിലൂടെ ക്രിയേറ്റേഴ്സിന് കുറച്ച് പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റും. രണ്ടാമത്തെ അപ്ഡേറ്റ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. നമുക്കറിയാം യൂട്യൂബ് ആഡ്സെൻസിന്റെ അഡ്വർടൈസ്മെന്റിൽ നിന്നുള്ള ഏണിങ്സ് വളരെ കുറവാണ്. അത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെങ്കിൽ യൂട്യൂബ് അഫിലിയേറ്റ് എന്ന് പറയുന്ന ഒരു പുതിയ ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവർക്ക്, നേരത്തെ ഷോർട്ട് വീഡിയോ ഇട്ട് 10 മില്യൺ വ്യൂ വന്നെന്ന് പറഞ്ഞാൽ $1 പോലും എത്താതിരുന്നവർക്കൊക്കെ ഇന്ന് 10 മില്യൺ വ്യൂ വന്നു കഴിഞ്ഞാൽ $100-1000 ഒക്കെ കിട്ടുന്നുണ്ട്. പലർക്കും കിട്ടുന്നുണ്ട്, പലരും പറയുന്നില്ല. ഷോർട്ട് വീഡിയോസ് ചെയ്യുന്നവരുടെ കാര്യമാണ് പറയുന്നത്. അതിൽ പ്രൊഡക്റ്റ് റിവ്യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയുമില്ല, ഇഷ്ടം പോലെ പൈസ കിട്ടുന്നുണ്ട്. കാരണം യൂട്യൂബിന്റെ ഷോപ്പിംഗ് അഫിലിയേറ്റ് എന്ന് പറയുന്ന ഒരു പരിപാടിയിലൂടെയാണ് ഈ ഒരു പൈസ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഷോപ്പിംഗ് അഫിലിയേറ്റിനെ യൂട്യൂബ് വല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഷോപ്പിംഗ് അഫിലിയേറ്റിൽ ആദ്യം മിന്ത്രയും ഫ്ലിപ്കാർട്ടും ആയിരുന്നു. ഇപ്പം അടുത്ത 1-2 സൈറ്റ് കൂടി ഇപ്പം യൂട്യൂബ്, പർപ്പിൾ അങ്ങനെയൊക്കെയുള്ള സൈറ്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്യാനും കൂടുതൽ ഏൺ ചെയ്യാനും ഇതിലൂടെ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ഫോണിന്റെ വീഡിയോ ചെയ്യുന്നു എന്ന് വിചാരിക്കും. നമ്മൾ ആ വീഡിയോയിൽ ഏത് ഫോണാണോ കാണിച്ചിട്ടുള്ളത് ആ ഫോണാണ് നമ്മൾ അതിൽ പ്രൊഡക്റ്റ് ടാഗിങ്ങിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ തോന്നുന്ന പ്രൊഡക്റ്റുകളൊക്കെ ആ വീഡിയോയിൽ ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് യൂട്യൂബിന്റെ പോളിസിയിലെ ഒരു വയലേഷൻ ആയിട്ട് പറയും. അതായത് നമ്മൾ എന്താണോ വീഡിയോയിൽ കാണിക്കുന്നത് അതായിരിക്കണം നമ്മൾ ആ വീഡിയോയിൽ ടാഗ് ചെയ്യുന്നത്. അപ്പോൾ യൂട്യൂബ് ഇവിടേക്ക് ഒരു പുതിയ ഫീച്ചറൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, പ്രൊഡക്റ്റ് ഗ്രൂപ്പ് ടാഗിങ് എന്ന് പറയുന്ന ഫീച്ചർ. നമ്മളിപ്പം ഒരു ഫോണിന്റെ റിവ്യൂ ചെയ്യുന്നെങ്കിൽ ആ ഫോണിന്റെ പല വേരിയന്റുകൾ കാണാം. ഈ വേരിയന്റുകളെല്ലാം കൂടെ നമുക്ക് ആ വീഡിയോയിൽ ടാഗ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് ആ ഒരു ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ മതി. അതായത് പ്രൊഡക്റ്റ് ടാഗിങ്ങിന്റെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ആ ഗ്രൂപ്പിനുള്ളിൽ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിന്റെ എത്ര വേരിയന്റ് ഉണ്ടോ അതെല്ലാം ടാഗ് ചെയ്യാനായിട്ട് പറ്റും. അതായത് മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് നമുക്ക് ഒരു ഗ്രൂപ്പായിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ടാഗ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ്. കാരണം ഇപ്പം ക്രിയേറ്റേഴ്സ് കുറച്ച് പൈസ ഉണ്ടാക്കുന്നത് ഈ ഒരു പരിപാടിയിലൂടെയാണ്. അപ്പോൾ അതിലേക്ക് യൂട്യൂബ് പുതിയ ഫീച്ചറുകൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. മൂന്നാമത്തെ അപ്ഡേറ്റ്, യൂട്യൂബിന്റെ കോഴ്സ് എന്ന് പറയുന്ന ഒരു കോഴ്സ് സെല്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് മുമ്പ് വന്നിരുന്നു. മുമ്പ് അതിനെക്കുറിച്ച് യൂട്യൂബ് അനൗൺസ് ചെയ്തിരുന്നതാണ്. പക്ഷേ ആ സമയത്ത് യൂട്യൂബ് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഇതൊരു പെയ്ഡ് പ്രോഗ്രാം ആയിരിക്കും. കോഴ്സ് ക്രിയേറ്റ് ചെയ്ത് അത് സെല് ചെയ്തുകൊണ്ട് യൂട്യൂബിന്റെ ത്രൂ പൈസ ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷെങ്കിൽ ആ ഒരു പരിപാടി യൂട്യൂബ് ഇപ്പോൾ ഒന്ന് മാറ്റി വെച്ചിട്ട് അത് അഡ്വർടൈസ്മെന്റിന്റെ ത്രൂ നമുക്ക് പൈസ ഉണ്ടാക്കാം. നമ്മൾ കോഴ്സിന്റെ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, അത് കോഴ്സ് സെക്ഷനിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോഴ്സ് സെക്ഷനിലൂടെ വീഡിയോകൾ കാണുന്നവർക്ക് അഡ്വർടൈസ്മെന്റ് കാണിക്കുകയും അതിലൂടെ നമുക്ക് ഏൺ ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ യൂട്യൂബ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം പെയ്ഡ് ആയിട്ടുള്ള ഒരു പരിപാടി ഇപ്പോൾ ഇല്ല, ഫ്യൂച്ചറിൽ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം യൂട്യൂബ് ആദ്യം പ്ലാൻ ചെയ്തത് ഈ ഒരു കോഴ്സ് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു രീതിയിൽ തന്നെ ആയിരുന്നു. പക്ഷെങ്കിൽ അതിപ്പം മാറ്റിയിട്ട് അഡ്വർടൈസ്മെന്റിൽ നിന്ന് തന്നെ ആയിരിക്കും നമുക്ക് കോഴ്സിലും പൈസ കിട്ടുന്നത്. അപ്പം കോഴ്സിന്റെ ഒരു, അതായത് നമുക്കൊരു എന്തെങ്കിലും ഇപ്പൊ യൂട്യൂബുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സ് ഇപ്പൊ എനിക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു 10-15 വീഡിയോകൾ സെക്ഷനായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ആ ഒരു പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്ത് കോഴ്സ് സെക്ഷനിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമുള്ളവർക്ക് അവിടെ വന്നിട്ട് ആ കോഴ്സിൽ നിന്ന് ഓരോ പാർട്ടായിട്ട് വാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെങ്കിൽ ഇത് പെയ്ഡ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നാലാമത്തെ അപ്ഡേറ്റ്, യൂട്യൂബ് മൊത്തത്തിൽ മാറാൻ പോകുന്നു. യൂട്യൂബ് ആപ്പ് ഇപ്പൊ നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ ഒരു ഇന്റർഫേസ് ഉണ്ടല്ലോ, അതൊക്കെ മാറിയിട്ട് പുതിയൊരു ഡിസൈനിലേക്ക് യൂട്യൂബ് മാറാനായിട്ട് പോവുകയാണ്. കുറച്ചുകൂടി വിഷ്വലി നമുക്ക് ഇൻട്രസ്റ്റ് തരുന്ന രീതിയിലേക്ക് യൂട്യൂബ് പ്ലാറ്റ്ഫോം മാറാനായിട്ട് പോവുകയാണ്. നമ്മൾ ഇപ്പൊ കാണുന്ന ആ യൂട്യൂബിന്റെ ഇന്റർഫേസ് എനിക്ക് തോന്നുന്നു വർഷങ്ങളായിട്ട് ഈ ഒരു ഇന്റർഫേസിലാണ് യൂട്യൂബ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ തോന്നുന്നു യൂട്യൂബ് ആ ഒരു കാര്യത്തിലും മാറ്റം കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. അപ്പൊ ഇത് ക്രിയേറ്ററിന് മാത്രമല്ല എല്ലാവർക്കും പ്രയോജനമാണ്. യൂട്യൂബിൽ വീഡിയോ കാണുന്നവർക്കൊക്കെ തന്നെ കുറച്ചുകൂടെ നല്ലൊരു ഇന്റർഫേസ് വന്നു കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ഈ ഇന്റർഫേസ് ചേഞ്ചിൽ കുറെ പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ആഡ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതെന്താണ്, എങ്ങനെയായിരിക്കും എന്നുള്ളത് യൂട്യൂബ് ഇപ്പം വെളിയിൽ വിട്ടിട്ടില്ല. അത് വന്നു കഴിയുമ്പോൾ നമുക്കറിയാം അത് എങ്ങനെയായിരിക്കും, നമുക്ക് എത്ര കണ്ടത് യൂസ്ഫുൾ ആവും എന്നുള്ള കാര്യം. ഒപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.